ഇരവിപുരത്ത് കുന്നത്തുകാവിലെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദീപാരാധനയാണിന്ന്. ഉത്സവത്തിന്റെ വീഡിയോ ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യാം. ഞാൻ ഈസ്റ്ററിന് എടുത്ത ഡ്രസ്സാണ്. അമ്മ ഞാനത് ഇട്ടപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ഏത് മാലയാ കഴുത്തി കിടക്കുന്നതെന്ന്. അമ്മ ആ നെക്കിന്റെ പോർഷൻ മാലയാണെന്നാണ് വിചാരിച്ചത്. ബൈ ദ ബൈ കുക്കു സാറിനെ സ്വിമ്മിംഗ് ക്ലാസ്സിൽ വിട്ടിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് 4:45 സെഷനാണ് അവനെ കൊണ്ടുപോകുന്നത്. 5:45 ആകുമ്പോഴത്തേക്ക് അവന്റെ സ്വിമ്മിംഗ് ക്ലാസ് തീരും. തിരിച്ച് അവനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് വേണം എനിക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അമ്പലത്തിലേക്കല്ലേ പോകുന്നത്, ഒരു പൊട്ടും കൂടെ വെച്ചാലോ എന്ന് പിന്നീട് തോന്നിയിട്ട് ഞാനൊരു പൊട്ടും കൂടെ കുത്തിയിട്ടുണ്ട്. ഈ പോണിറ്റെയിൽ ഉണ്ടല്ലോ, താഴ്ത്തി കെട്ടാണ്ട് ഈ ഹെൽമെറ്റ് എനിക്ക് വെക്കാൻ പറ്റത്തില്ല. ഇവിടെ 2 ദിവസം രാത്രി നല്ല മഴയായിരുന്നു. ഇപ്പൊ പിന്നെയും ചൂട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് മഴ പെയ്യാൻ പാടില്ല, ദീപാരാധനയല്ലേ. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള 59 പേർക്കും ഒരുപാട് നന്ദി. ക്ലാസ്സും കഴിഞ്ഞ് കുക്കുനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ അമ്പലത്തിലേക്ക് എത്തി. അവിടെ കൊച്ചുപ്പയും കൂട്ടുകാരും ഒക്കെ കൂടെ ചായയും ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞാനും ചെന്ന് ഒരു ചായ എന്ന് പറഞ്ഞു. ചായ തീരുന്നതിന് മുന്നേ എനിക്കൊരു മുട്ടപ്പപ്സും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കൊച്ചുപ്പയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് സർക്കിളാണ്. ഈ ടീംസ് എല്ലാവരും കൂടെയാണ് ഒരുമിച്ച് ശബരിമലയ്ക്ക് പോകുന്നത്. പണ്ട് കൊച്ചുപ്പ മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഒരുപാട് മുത്തുമാലയും വളയും കമ്മലും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിരുന്നത്. അരവണയുടെ ഉണ്ണിയപ്പത്തിന്റെയും കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞാൻ വന്നത് ഇപ്പോഴാണെങ്കിലും കൊച്ചുപ്പ ഇവിടെ ഉച്ച മുതലേ ഉണ്ട്. ഈ സകല സാധനങ്ങളും സെറ്റ് ചെയ്തതും എണ്ണ ഒഴിച്ചതും തിരിയിട്ടതും ഒക്കെ കൊച്ചുപ്പയും കൂട്ടുകാരും പിന്നെ നാട്ടുകാരും ഒക്കെ ചേർന്നിട്ടാണ്. കൃഷ്ണന്റെയും രാധയുടെയും ചുറ്റുമുള്ള വിളക്കുകളൊക്കെ പിന്നീട് കത്തിയപ്പോൾ എന്ത് ഭംഗിയായിരുന്നറിയോ. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. തിരി തെളിയിച്ച കൂട്ടത്തിൽ ഏതോ സീരിയൽ താരം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ അധികം സീരിയലുകൾ കാണാത്തത് കൊണ്ടാവണം. ഇങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത്, ദൈവമേ ഇതെല്ലാം കൂടെ തെളിയിച്ചു വരാനായിട്ട് ഒരുപാട് നേരം എടുക്കുമല്ലോ എന്നാണ്. പക്ഷെ ശ്രീകോവിലിന് മുന്നിലത്തെ വിളക്ക് തെളിഞ്ഞു കഴിഞ്ഞ് നിമിഷ നേരം കൊണ്ടാണ് ഈ വിളക്കുകളെല്ലാം തെളിഞ്ഞത്. ഇപ്പൊ പറഞ്ഞാൽ കുറച്ച് ഓക്വേർഡായിട്ട് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ സ്കൂളിൽ അരവണയായിട്ട് ചെല്ലുമ്പോൾ പല ചോദ്യങ്ങളും എന്റെ നേരെ വന്നിട്ടുണ്ട്. അത് സ്കൂളിലും അതെ, നാട്ടുകാരുടെ ഇടയിലും അതെ. ഒരു 8-ലും 9-ലും ഒക്കെ പഠിക്കുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, കൊച്ചുവപ്പയോട് പറയണം മലയ്ക്ക് പോകരുത് അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ കാണുന്ന കൊച്ചുവപ്പ പള്ളിക്ക് മുന്നിലെത്തുമ്പോൾ കുരിശ് വരയ്ക്കുകയും അമ്പലത്തിന് മുന്നിലെത്തുമ്പോൾ ഒന്ന് തൊഴുകയും ചെയ്യും. മുസ്ലിം പള്ളികൾ അധികം ഞങ്ങളുടെ ഇവിടെ ഇല്ല കേട്ടോ. അതിന് മുന്നിലൂടെ പാസ് ചെയ്താലും നെഞ്ചത്തൊന്ന് കൈവയ്ക്കുന്നത് കാണാം. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു വലിയ സത്യമുണ്ട്. മലയ്ക്ക് പോകുന്നതിന് പിന്നിലുള്ള വികാരം എന്താണെങ്കിലും അത് ചോദ്യം ചെയ്യാൻ പാകത്തിന് ഞാൻ വളർന്നിട്ടില്ല എന്നുള്ളത്. ദീപാരാധനയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഴയിങ്ങെത്തി. തണുപ്പത്ത് കഴിക്കാനായിട്ട് ഇവിടെ കുറച്ച് പാർട്ടീസ് നല്ല ചൂട് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെഴുകുതിരി തെളിയിച്ചാലും വിളക്ക് കൊളുത്തിയാലും പ്രകാശം അത് പറക്കേണ്ടത് അവനവന്റെ ഉള്ളിൽ നിന്നാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.